നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രിക്കെതിരെ നടന്ന കരിങ്കൊടി പ്രതിഷേധവും അതുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരടക്കം പ്രതിപക്ഷ യൂത്ത് സംഘടനകൾ നടത്തിയ സമരപരിപാടികളുമൊക്കെ ശ്രദ്ധേയമായിരുന്നു. പക്ഷേ ഇതിനെതിരെ ഡിവൈഎഫ്ഐയുടെ നീക്കമുണ്ടായി. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ തന്നെ നേരിട്ട് ഇറങ്ങിവരുന്നു. പോലീസിന്റെ മർദ്ദനം, ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി. ഇതിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടത് ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മർദ്ദിച്ച സംഭവമാണ്. നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ നേതൃത്വത്തിൽ ആക്രമിച്ച കേസ് പക്ഷേ പോലീസ് എഴുതിത്തള്ളി. ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിക്ക് സുരക്ഷയൊരുക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം ബസ്സിൽ മുഖ്യമന്ത്രി ഇരുന്ന ഭാഗം പ്രവർത്തകർ അടിച്ചു തകർക്കാൻ ശ്രമിച്ചുവെന്ന വ്യാജ റിപ്പോർട്ടും റഫറൻസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2023 ഡിസംബർ 15 നവകേരള ബസ് ആലപ്പുഴയിലൂടെ കടന്നുപോയപ്പോൾ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം ക്രൂരമർദ്ദനം അഴിച്ചുവിട്ടത്. ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ അരൂർ എസ്ഐയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലേക്ക് മാറ്റി. എന്നാൽ പിന്നാലെ വന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിൽ നിന്നിറങ്ങിയ അനിൽ, സന്ദീപ് എന്നിവരുൾപ്പെടെ 5 അംഗ സംഘം പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് തലങ്ങും വിലങ്ങും അടിച്ചു. സംഭവത്തിൽ ആദ്യഘട്ടം മുതൽ സൌത്ത് പോലീസ് ഒത്തുകളിച്ചു. ഒടുവിൽ കോടതി നിർദ്ദേശാനുസരണം മാത്രമാണ് കേസ് പോലും എടുക്കുന്നത്. മർദ്ദന ദൃശ്യം കേരളം മുഴുവൻ ചർച്ചയായെങ്കിലും നവകേരള യാത്രയുടെ മുഴുവൻ സമയവും താൻ അങ്ങനെയൊരു സംഭവം കണ്ടിട്ടേയില്ലെന്ന നിലപാട് മുഖ്യമന്ത്രിയും സ്വീകരിച്ചു. അതേ നിലപാട് തന്നെയാണ് കേസിൽ സർക്കാരിന്റെ പോലീസിനും ഇപ്പോൾ ഉള്ളത്. മാധ്യമങ്ങൾ ഉൾപ്പെടെ ദൃശ്യങ്ങൾ വന്നിട്ടും പ്രവർത്തകരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്താനായില്ലെന്ന് റഫറൻസ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആലപ്പുഴയിലൂടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്തപ്പോൾ കരിങ്കൊടി പ്രതിഷേധം വളരെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിച്ചതിന് എന്നെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ കുര്യാക്കോസിനെയും മുഖ്യമന്ത്രിയുടെ ഗൺമാനും അനുചരന്മാരും ചേർന്ന് ആ ഗുണ്ടാ സംഘം ക്രൂരമായി ആക്രമിച്ചത് കേരളത്തിലെ പൊതുസമൂഹം കണ്ടതാണ്. ആ വിഷയത്തിൽ പരാതി നൽകിയിട്ട് പരാതി സ്വീകരിക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല. പിന്നീട് കോടതി ഇടപെടലിലാണ് പോലീസ് പരാതി സ്വീകരിച്ചതും കേസ് രജിസ്റ്റർ ചെയ്തതും. അതിനുശേഷം മുമ്പോട്ട് അലസമായൊരു സമീപനം പോലീസ് സ്വീകരിച്ചപ്പോൾ ഞാനും അജയ് ജുവൽ കുര്യാക്കോസും ചേർന്ന് മുഖ്യമന്ത്രിക്ക് വീണ്ടും പരാതി നൽകിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയത്. പക്ഷേ ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറിയതിനു ശേഷം ഉദാസീനമായ ഒരു മനോഭാവമാണ് പോലീസും ക്രൈംബ്രാഞ്ചും സ്വീകരിച്ചുകൊണ്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ ബസ് കടന്നു പോകുമ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അരികിൽ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും പോലീസ് അവരെ പിടിച്ചുമാറ്റുകയും ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തം. എന്നാൽ റഫറൻസ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയുടെ ബസ് തടഞ്ഞു നിർത്തിയെന്നാണ്. മാത്രമല്ല, ബസ്സിൽ മുഖ്യമന്ത്രി ഇരുന്ന ഇടതുവശത്തെ ചില്ല് അടിച്ചു തകർക്കാനും ശ്രമിച്ചു. ദൃശ്യങ്ങളിൽ നിന്ന് പോലീസ് പറയുന്നത് പച്ചക്കള്ളമെന്ന് വ്യക്തം. നിരായുധരെ വളഞ്ഞിട്ടാക്രമിച്ചത് റിപ്പോർട്ടിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിക്കുള്ള സുരക്ഷ ഒരുക്കൽ മാത്രമായി. പോലീസ് നടപടിയുടെ ഭാഗമായി ആലപ്പുഴയിലെത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് പോലും ഹാജരായിരുന്നില്ല. കേസിൽ പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാർക്കൊപ്പം നിലകൊള്ളുന്നുവെന്ന ആക്ഷേപം ശരിവെക്കുന്നതാണ് എഴുതിത്തള്ളിക്കൊണ്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ റിപ്പോർട്ട്. ന്യൂസ് 18 ആലപ്പുഴ.